അപ്പോൾ ജീവനുള്ളവരൊക്കെ ഒന്ന് ഉറക്കെ പറഞ്ഞേ, കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞേ. 150 സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: അത്യുച്ച നാളമുള്ള കൈത്താളങ്ങളോടെ യഹോവയെ സ്തുതിക്കണം. കൈത്താളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കണം. നല്ല ഉറക്കെ. മതി. സ്നേഹമുള്ളവരെ, ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ എല്ലാ ദിവസങ്ങളിലും വെള്ളിയാഴ്ചയും വരുന്നവരാണ്. ഞാൻ വരുന്നത് പെരുമ്പാവൂരിനടുത്ത് കുറുപ്പുംപടി സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട ബെന്നിയച്ചൻ കഴിഞ്ഞ മാസം അവിടെ എല്ലാ ബുധനാഴ്ചയും ധ്യാനയോഗം നടക്കുന്നുണ്ട്. അച്ഛൻ അവിടെ ശുശ്രൂഷി വന്നിരുന്നു. അച്ഛൻ്റെ കൂടെ രഞ്ജിത്ത് ബ്രദർ ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ കൂടെ ആ ദേവാലയത്തിലെ ഇടവാംഗങ്ങളായ 3 സഹോദരന്മാരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ സമയം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യത്തിൽ അഭിപ്പെട്ടുകൊണ്ട് കർത്താവായ യേശു തമ്പുരാൻ്റെ തിരുവചനം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളും കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കാമോ? ആണോ? ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, നിങ്ങൾ ഇന്നിവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഞാനും ആഗ്രഹിക്കുന്നു, ഞാനും എൻ്റെ കൂടെയുള്ളവരും ഇന്നിവിടെ ആദ്യമായി വന്നതുകൊണ്ട് നിങ്ങൾക്കും എല്ലാവർക്കും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ തിരുവചനമാണ് ഞാൻ വായിക്കുവാനും ധ്യാനിക്കുവാനും ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് 1:45. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഒന്നുകൂടി പറയാം. ലൂക്കോസ് 1:45. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വചനഭാഗം എല്ലാവർക്കും അറിയാം അല്ലേ? അറിയാമോ? അറിയാം. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഈ ഭാഗ്യവതി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണെന്ന് അറിയാമോ? കേട്ടില്ല? പരിശുദ്ധ കന്യമറിയാമേ അമ്മയെക്കുറിച്ചാണ് ഈ കാര്യം പറഞ്ഞത്. ഭാഗ്യവതി എന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കുകയാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ആരാണ് ഇങ്ങനെ വിളിച്ചതെന്നറിയാമോ? കേട്ടില്ല? എലിസബത്താണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം അതിൻ്റെ സന്ദർഭം നമുക്കറിയാം. ഞാനൊന്ന് പെട്ടെന്നത് പറഞ്ഞു പോകാം. ഗബ്രിയേൽ ദൂതൻ കന്യകമറിയാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കും, അവന് ഒരു പേരിടണം. എന്ത് പേരാണ്? യേശു എന്ന് പേര് വിളിക്കണം, അവൻ അത്യുന്നതനാകും എന്നെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ കന്യകമറിയാം പറയുന്നുണ്ട്, അയ്യോ ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഞാനൊരു കൊച്ചു പെണ്ണാണല്ലോ. സ്വാഭാവികമായ സംശയമാണ് ചോദിച്ചത്. പിന്നെ എങ്ങനെയാണ് ഞാൻ ഗർഭിണിയാകുന്നത്, കുഞ്ഞുണ്ടാകുക? അപ്പോൾ ആ സമയത്ത് ഗബ്രിയേൽ ദൂതൻ വീണ്ടും പറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ ഇതെല്ലാം സംഭവിക്കും. മച്ചി എന്ന് വിളിക്കപ്പെട്ടിരുന്ന നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തിന് ഇപ്പോൾ 6 മാസം ഗർഭമുണ്ട്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ആ ദൂതൻ പറഞ്ഞതായ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞതായ ആ തിരുവചനവും, പരിശുദ്ധാത്മാവിനാൽ ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞതായ തിരുവചനവും, എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടി കന്യകമറിയാം അത് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, അവൾ ഗർഭിണിയാവുകയാണ്. എലിസബത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എലിസബത്ത് 6 മാസം ഗർഭമുണ്ട്. കന്യകമറിയാമിനെ കണ്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്ത് മാറുകയാണ്. ആ സമയത്ത് എലിസബത്തിൻ്റെ ഉള്ളത്തിലുണ്ടതായ പ്രജ തുള്ളിച്ചാടുന്നുണ്ട്. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി കന്യകമറിയാമിനോട് എലിസബത്ത് പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള മാനം, അഭിമാനം, യോഗ്യത എനിക്ക് എവിടെ നിന്നുണ്ടായി? അങ്ങനെയൊക്കെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമാണ്, ആ കന്യകമറിയാം അടുത്തേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഇതാ എലിസബത്ത് വിളിച്ചു പറയുകയാണ്. ഒരു പ്രധാനപ്പെട്ട ഒത്തിരി കാര്യം പറഞ്ഞ കൂടെ പറയുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ മറിയമേ, നീ ഭാഗ്യവതിയാണ് എന്ന് പറയുകയാണ്. നീ ഭാഗ്യവതിയാണ് എന്ന് കന്യകമറിയാമനോട് എലിസബത്ത് പറയുന്നത് പരിശുദ്ധാത്മ നിറവിലാണ്, ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് എന്ന് മാത്രമല്ല, ഈ ഭാഗ്യവതി എന്ന് പറയാൻ കാരണം അതിൻ്റെ കാര്യം പറയുകയാണ്. എന്തുകൊണ്ടാണ് ഭാഗ്യവതി എന്ന് വിളിച്ചത്? കർത്താവ് ഈ ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവദൂതനിലൂടെ അരുളി ചെയ്ത കാര്യങ്ങൾ
അത് ഒട്ടും നടക്കുന്നൊരു കാര്യമല്ല. പക്ഷേ ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് കണ്ണുമടച്ച് 100% ഈ കന്യകമറിയം വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് മറിയമേ, മറിയമേ നീ ഭാഗ്യവതിയാണ് എന്ന് എലിസബത്ത് അവളോട് പറയുകയാണ്. ഇത്രയും മനസ്സിലായോ ഇല്ലയോ എന്ന് പറഞ്ഞേനെ. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഞാൻ ഒന്നുകൂടി കാര്യം പറയട്ടെ. നിങ്ങളിവിടെ തൊട്ടടുത്തുള്ളവരുണ്ടാകാം, ദൂരെ നിന്ന് വന്നവരുണ്ടാകാം. എന്തായാലും വന്നത് കഷ്ടപ്പെട്ടാണ്. ആണോ? അതെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ അതിരാവിലെ എഴുന്നേറ്റവരുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി ഒത്തിരി ആഗ്രഹത്തോടെ വന്നവരുണ്ട്. അപ്പോൾ തന്നെ വീട്ടിലുള്ള മറ്റുള്ളവർ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ പോകണത്, ധ്യാനം കൂടാൻ പോയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ വിമർശിച്ചവരുണ്ടാകാം. വീട്ടിൽ ചെല്ലുമ്പോഴും വഴക്ക് കേൾക്കുന്നവരൊക്കെ ഉണ്ടാകാം. അപ്പോൾ എല്ലാവരും ഒത്തിരി ത്യാഗം സഹിച്ചാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മളിവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടണം. വേണമെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഒന്ന്, ഉഷാറായി താല്പര്യത്തോടെ ഒന്നിരിക്കണം. ഇങ്ങനെ ഒരു ഉഷാറില്ലാതെ നേരെ ഒന്ന് ഇരുന്ന് എല്ലാവരും ചാഞ്ഞ് കിടന്നുറങ്ങല്ലേ, നേരെ ഇരിക്കുക. ഓക്കെ, ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. 1 മണിക്കൂർ സമയം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്ന ഓരോ നിമിഷങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് ഈ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഞാനിതാ ശ്രദ്ധയോടെ കേൾക്കാൻ പോവുകയാണ്. അത്രയൊന്നും ആഗ്രഹിച്ചാൽ മതി. അങ്ങനെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ദൈവം മറുപടി തരും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ, കുറച്ചുകൂടി ഉറക്കെ പറഞ്ഞേ. സന്തോഷമായി പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? കന്യകമറിയാം എട്ടും പൊട്ടും തിരിയാത്ത ഒരു 10-13 വയസ്സുള്ള പെൺകുട്ടിയാണ്. സഹോദരിമാർക്കറിയാം. ആ ഒരു പെൺകുട്ടിയോട് ഇന്നത്തെ കാലമല്ല, എത്രയോ 12,000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയുള്ള ഒരു പാവം പെൺകുട്ടിയോട് ഗബ്രിയേൽ ദൂതൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നീ ഗർഭിണിയാകും. ചെറിയ കാര്യമല്ലല്ലോ പറഞ്ഞത്. വിവാഹം കഴിക്കാത്ത ഈ പെൺകുട്ടി ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേര് വിളിക്കണം, അവൻ അത്യുന്നതനാകുമെന്നെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അത് ഇങ്ങനെ പരിപൂർണമായി കന്യകമറിയാം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു മറിയാം എന്ന് പറയുന്ന പെൺകുട്ടി അത് സ്വീകരിച്ചപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭിണിയായി. അത് കഴിഞ്ഞാണ് ചാർച്ചക്കാലത്ത് എലിസബത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. എലിസബത്ത് പറയുകയാണ്, മോളെ നീ ഭാഗ്യവതിയാണ് കേട്ടോ. കാരണം എന്താണ്? കർത്താവ് ആ മാലാഖയിലൂടെ അരുളി ചെയ്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് നീ വിശ്വസിച്ചല്ലോ, അതുകൊണ്ട് നീ ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മൾ ഈ ഒറ്റ കാര്യമൊന്ന് വിശ്വസിക്കുവാൻ, കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ തയ്യാറായാൽ എന്താണ് വിശ്വസിക്കേണ്ടത്? ഇന്ന് ഈ ധ്യാനകേന്ദ്രത്തിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും, ഇന്ന് മാത്രമല്ല എന്നാണെങ്കിലും എവിടെയാണെങ്കിലും ആ വചനങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ, ഇതെൻ്റെ ജീവിതത്തിൽ നിറവേറുമോ എന്ന് സംശയിക്കാതെ ഈ പറയുന്നതായ തിരുവചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുവാൻ തുടങ്ങുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി മാറുന്നത്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇപ്പോൾ നിങ്ങളെ ആരെയും എനിക്ക് പരിചയമില്ല, എന്നെയും പരിചയമില്ല. എന്നെ ആദ്യമായിട്ട് കാണുന്നതാണ് അല്ലേ? അതെ. നിങ്ങളിൽ പലരും പരിചയമുള്ളവരുണ്ടാകാം, പക്ഷെ പലരും തന്നെ തൊട്ടടുത്തിരിക്കുന്ന ആളെ പോലും പരിചയമില്ലാത്ത ആളായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ സങ്കടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. ഞാനൊരു കൊച്ചു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂരിനടുത്ത് കുറുപ്പമ്പടി പള്ളിയിൽ ഇപ്പോൾ ദൈവകൃപയാൽ ഞാൻ ശുശ്രൂഷ ചെയ്ത് വരുമ്പോൾ അവിടെ വലിയൊരു ദേവാലയമാണ്. 1000-ലധികം വർഷങ്ങൾ പഴക്കമുള്ള യാക്കോബായ സുറിയാനി സഭയിലെ അതിപുരാതനമായ ദേവാലയമാണ്. അവിടെ ഞങ്ങളുടെ സഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇടവകക്കാർ, ഫാമിലി ഉള്ള 3000-ലധികം വീട്ടുകാർ ആ പള്ളിയിലുണ്ട്. 3000 പേരല്ല, 3000-ലധികം ഫാമിലി ഉണ്ട് ആ പള്ളിയിൽ. അവിടെ കോവിഡാനന്തര സമയത്ത് 2-2.5 വർഷങ്ങൾക്ക് മുൻപ് ബുധനാഴ്ച ദിവസങ്ങളിൽ പകൽ സമയത്ത് ഇതുപോലെ ധ്യാനയോഗം ആരംഭിച്ചു. അന്ന് ആദ്യമായി തുടങ്ങിയ ദിവസം വെറും 40 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഞാനന്ന് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്നേഹമുള്ളവരെ, നിങ്ങൾ ഇന്ന് വന്നല്ലോ, സന്തോഷമായി ഇത്രയും പേര് വന്നു, ഓക്കെ. നിങ്ങളിന്ന് വന്നിട്ട് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അടുത്ത ആഴ്ച വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ട. എൻ്റെ ഒരു ആഗ്രഹം അതാണ്. ആളുകൾ കഷ്ടപ്പെട്ട് വരുമ്പോൾ അവർക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടിയില്ല എങ്കിൽ പിന്നെ വന്നിട്ട് എന്താ കാര്യം? ആ ഒരു ചിന്ത എപ്പോഴും എനിക്കുണ്ട്, സ്നേഹമുള്ളവർ. അപ്പോൾ പിറ്റേ ബുധനാഴ്ച 40 എന്നുള്ളത് 70 പേരായിട്ട് വർദ്ധിച്ചു. പിറ്റേ ബുധനാഴ്ച 100 പേരായി മാറി. പിറ്റേ ആഴ്ച അങ്ങനെ കൂടി ദേവാലയം നിറഞ്ഞു കവിഞ്ഞു, പള്ളിയും വരാന്തയും പൂമുഖമെല്ലാം നിറഞ്ഞു കവിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ആ ധ്യാനയോഗം പള്ളിയുടെ മുറ്റത്തേക്ക് മാറ്റി. 400 പേരുണ്ടായിരുന്നു. അതങ്ങനെ കൂടി വലിയ വിശാലമായ മുറ്റമാണ്, ഇതിനേക്കാളും വലിയൊരു മുറ്റമാണ്, ഷീറ്റ് മേഞ്ഞ മുറ്റം. ആ മുറ്റത്തെ സ്റ്റേജിൽ ആ ശുശ്രൂഷകൾ അങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോൾ 125 ആഴ്ച പിന്നിട്ടു, 2.5 വർഷം ആകാറായി. ഏകദേശം 1500 മുതൽ 1800 പേര് വരെ എല്ലാ ബുധനാഴ്ചയും അവിടെ ഇങ്ങനെ ധ്യാനയോഗത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഹല്ലേലൂയ. സന്തോഷമായി പറഞ്ഞേ ഹല്ലേലൂയ. ചെറിയ കാര്യമല്ല. കോവിഡാനന്തര കാലഘട്ടം, എല്ലായിടത്തും ആഘോഷങ്ങൾക്ക് ആളുകളുണ്ട്, പക്ഷേ സുവിശേഷ യോഗങ്ങൾക്ക്, ധ്യാനയോഗങ്ങൾക്ക് ആളില്ല എന്നുള്ളത് സത്യമാണ്. അപ്പം അങ്ങനെയുള്ളിടത്ത് ഇവിടെയും ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഇത്രത്തോളം ആളുകൾ കടന്നു വരുന്നത് ഒത്തിരി സന്തോഷമാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി, അവിടെ ഞങ്ങൾ ഒരു ബോക്സ് സ്റ്റേജിൽ വെച്ചിട്ടുണ്ടായിരിക്കും. ആളുകൾക്ക് അവിടെ വന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ അതിലിടാം, യോഗം കഴിഞ്ഞിട്ടിടാം, എപ്പോഴും വേണമെങ്കിലും ഇടാം. അത് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരിക്കലും പരസ്യമായിട്ടൊന്നും വിളിച്ച് പറയില്ല, ആരോടും പറയില്ല. അത് അച്ഛന്മാർ മാത്രം എടുത്ത് പ്രാർത്ഥിക്കും, പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹൃദയം തുറന്ന് എഴുതിയിടാം, മനസ്സ് തുറന്ന് എഴുതിയിടാം. അത് കൃത്യമായിട്ട് അച്ഛന്മാർ പ്രാർത്ഥിക്കുമെന്നെല്ലാം പറഞ്ഞപ്പോൾ ആളുകൾ എഴുതിയിടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഓരോ ആഴ്ചയും 100 കണക്കിന് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതിയിടുന്നു ആളുകൾ. അത് വായിക്കുമ്പോൾ വാസ്തവത്തിൽ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. കാരണം ഞാൻ ചിന്തിക്കും, ദൈവമേ, ഇത്രമാത്രം സങ്കടങ്ങൾ ആളുകൾക്കുണ്ടോ എന്ന്. ഒത്തിരി ആളുകൾ ഒത്തിരി പ്രശ്നങ്ങളിലാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുറമേ കാണുന്നത് പോലെ എല്ലാ മനുഷ്യരുടെ ജീവിതം. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 30, 35, 40, 45 വയസ്സൊക്കെ ആയിട്ട് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല. കല്യാണം കഴിക്കാൻ പെണ്ണിനെ കിട്ടാത്തൊരു കാലഘട്ടമായി മാറി. രോഗങ്ങൾ കൂടി വരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നു. കല്യാണം കഴിഞ്ഞു, പരസ്പരം സ്നേഹമില്ല. ഒത്തിരി കുടുംബജീവിതങ്ങൾ, വിവാഹബന്ധങ്ങൾ തകർച്ചയിലാണ്, ഡിവോഴ്സുകളിലേക്ക് പോകുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല, പരീക്ഷാ തടസ്സങ്ങൾ, വിദേശത്ത് ജോലിക്ക് പോകാനുള്ള തടസ്സങ്ങൾ, 100,000 പ്രശ്നങ്ങൾ, സമാധാനമില്ലാതെ ഒത്തിരി ആളുകൾ അലയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെയുള്ളവരാകാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അതിനോട് ചേർന്നൊരു സംഭവം പറയാം. അത് സാക്ഷ്യമായിട്ട് പിന്നീട് എഴുതി അവിടെ വായിച്ചത് കൊണ്ട് മാത്രമാണ് ആ കാര്യം പറയുന്നത്. ഒരു അമ്മ എന്നെ കാണാൻ വന്നു. ഒരു 60-65 വയസ്സ് പ്രായമുണ്ട്. അമ്മ ഒരു വർഷം മുൻപാണ് കാണാൻ വന്നത്. ഒരു ബുധനാഴ്ച ധ്യാനയോഗം കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് ദേവാലയത്തിൻ്റെ അകത്ത് എന്നെ കാണാനായിട്ട് നിൽക്കുമ്പോൾ ഒരു 65 വയസ്സുണ്ട്. ക്രിസ്ത്യാനിയല്ല, മറ്റ് സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ്. ആ സഹോദരി പറഞ്ഞു, അച്ഛാ, എനിക്ക് ഞാൻ ഭർത്താവും വീട്ടിലുണ്ട്, 2 മക്കളുണ്ട്. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞ് സന്തോഷമായി, അവർക്ക് ജോലിയുണ്ട്, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇളയ മകൻ 31 വയസ്സ് കഴിഞ്ഞു. അവൻ MCA ബിരുദധാരിയാണ്. അവനിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരു നല്ല സ്കൂളിൽ അധ്യാപകനായി ജോലി കിട്ടി. അങ്ങനെ സന്തോഷമായിട്ട് അവൻ ആ ജോലി ചെയ്തു പോകുന്നു. മിക്കവാറും ദിവസം വിളിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൻ്റെ ആ ഫോൺ വിളിയിലൊക്കെ എന്തോ ഒരു അസ്വസ്ഥത ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എന്ത് പറ്റി മോനൊക്കെ ചോദിച്ചു, അവനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായി ആ മകൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല കാരണം. നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, താടിയും മുടിയും എല്ലാം നീട്ടി ഒരു ഭ്രാന്തനായിട്ടാണ് അവൻ വന്നത്. എന്തു പറ്റി എന്ന് ചോദിച്ചാൽ, അധ്യാപകനായിരുന്നുവെങ്കിലും ആ മകൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയി. ആ സ്കൂളിൽ അതുമായി ബന്ധപ്പെട്ട് അവിടെ ജീവിച്ചപ്പോൾ ഒത്തിരി സങ്കടമായി. അവൻ വീട്ടിലെത്തി. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ നല്ല ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. ചികിത്സകൾ മുന്നോട്ട് പോയി, കുറവായില്ല. വേറൊരു ഡോക്ടറെ കണ്ടു, കുറവായില്ല. വർഷം 3 കഴിഞ്ഞു. ഞങ്ങൾ കഴിക്കാത്ത വഴിപാടുകളില്ല. ഈ അമ്മ ഇന്ന് കരഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അമ്മ പറഞ്ഞു, അച്ഛാ, അവൻ വയലൻ്റ് ആകില്ല, പക്ഷെ ഡിപ്രഷനാണ്. ഒരു വാക്കും ആരോടും ഒന്നും പറയുന്നില്ല, ചുമ്മാ വീട്ടിലിരിക്കും, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഞാൻ അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ മക്കളെ ഇവനെ എവിടെയെങ്കിലും കൊണ്ടുപോക്കോ, ടൗണിൽ കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ സന്തോഷമായിട്ട് ആഹാരം കഴിക്കുന്ന കൊണ്ടുപോയിട്ട് പോരെ, പൈസ തരാം എന്നെല്ലാം പറഞ്ഞു.
അവർ 2-3 പ്രാവശ്യം കൊണ്ടുപോയിട്ട് തിരികെ വന്നിട്ട് പറഞ്ഞു, അമ്മേ പറ്റില്ല, ഇവനൊന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛാ, എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടുകാർ പോലും എൻ്റെ മോനെ ഉപേക്ഷിച്ചു, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഞങ്ങളിനി എന്ത് ചെയ്യും? അങ്ങനെ 3 വർഷക്കാലമായിട്ട് ആ കുടുംബം വലിയ തകർച്ചയുടെ നാളുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ആ അമ്മയോട് ആരോ പറഞ്ഞു, ഇന്ന പള്ളിയിൽ ഇതുപോലെ എല്ലാ ബുധനാഴ്ചയും ധ്യാനയോഗം നടക്കുന്നുണ്ട്, അമ്മയൊന്ന് പോയാൽ അവിടെ മോനൊരു പക്ഷേ സൗഖ്യം കിട്ടുമെന്ന് ആരോ പറഞ്ഞു കേട്ടതാണ്. ആ അമ്മ അന്ന് ആ പള്ളിയിൽ ധ്യാനയോഗത്തിന് കടന്നു വന്ന് അവിടെ എന്നോട് ഈ കാര്യം സംസാരിച്ചത്. ഒന്ന് ഓർത്ത് നോക്കിയേ പ്രിയപ്പെട്ടവർ, എത്ര സന്തോഷമായി കഴിഞ്ഞൊരു കുടുംബമായിരുന്നു അല്ലേ? ഒരു മോളെ കെട്ടിച്ചു വിട്ടു, സന്തോഷമായി ജീവിക്കുന്നു. ഈ മോനും MCA ബിരുദധാരിയാണ്, അധ്യാപകനായി ജോലി ചെയ്യുന്ന ഈ മകൻ നോക്കിക്കേ, ലഹരിക്ക് അടിമയായി പോകുമെന്ന് ഈ അച്ഛനും അമ്മയും ഒരിക്കലും ചിന്തിച്ചതാണോ? അല്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു. 3 വർഷമായിട്ട് ചെയ്യാത്ത ചികിത്സയില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല. ആ കൊച്ചിനൊട്ടും സുഖമായിട്ടില്ല, മോന് സുഖമായിട്ടില്ല. ഈ സങ്കടമാണ് ആ പാവപ്പെട്ട അമ്മ എന്നോട് ഏകദേശം 1 വർഷം മുൻപ് ദേവാലയത്തിൻ്റെ അകത്ത് വന്ന് പങ്കുവെച്ചത്. സ്നേഹമുള്ള കൂടപ്പിറപ്പുകളെ, ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെയോ ഇതിനപ്പുറത്തോ ഉള്ളതായ ഒത്തിരി സങ്കടങ്ങളും പേറിക്കൊണ്ടായിരിക്കാം ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒട്ടും സമാധാനമില്ലാത്തവർ, ജീവിതത്തിൽ 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തവർ, എല്ലാ വശങ്ങളും വാതിലുകളും അടയ്ക്കപ്പെട്ടവർ, ആത്മഹത്യാ പ്രവണതയുള്ളവർ, വീട്ടിൽ ആരെങ്കിലും മാനസിക രോഗമുള്ളവർ, ഡിപ്രഷനുള്ളവർ, വയലൻ്റായി ആശുപത്രിയിൽ കിടക്കുന്നവർ, ഒത്തിരി പേരെ പരിചയമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒത്തിരി ചെറുപ്പക്കാരിന്ന് മാനസിക രോഗികളായി മാനസിക രോഗ ആശുപത്രികളിൽ കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒത്തിരി ആളുകൾ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ ചോദിക്കട്ടെ, ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതിനെന്താണ് ഒരു പരിഹാരം? പരിഹാരം ഇത്രയേ ഉള്ളൂ. ഇവിടെ എലിസബത്ത് കന്യകമറിയാമനോട് പറഞ്ഞു, മോളെ നീ ഭാഗ്യവതിയാണ് കേട്ടോ. കാരണം എന്താണ്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചല്ലോ, അതുകൊണ്ട് നീ ഭാഗ്യവതിയാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾക്കും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി മാറി ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഗോകുൽത്ത ധ്യാനകേന്ദ്രത്തിൽ നിന്ന് 3 മണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ സാധിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനി പറയുന്നതായ ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് നിങ്ങൾക്ക് ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാൻ ആ അമ്മയോട് ഇപ്പം എന്താ പറയുക? നിങ്ങൾ നോക്കിക്കേ, അമ്മയോട് ഇപ്പം എന്ത് പറയാൻ പറ്റും? ആദ്യമായിട്ട് വന്ന ഒരമ്മയാണ്. ക്രിസ്ത്യാനിയാണോ? നിങ്ങൾ ഉറങ്ങുകയാണോ? അല്ല. ഈ വന്നയാൾ ക്രിസ്ത്യാനിയാണോ? അല്ല. അപ്പം അമ്മയോട് കൂടുതൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ആശയം കടന്നു വന്നു. ഞാൻ വേഗം അമ്മയുടെ കയ്യിൽ പിടിച്ചു, അമ്മ ഇങ്ങോട്ട് പുറത്തേക്ക് വരാമോ? പള്ളിയുടെ അകത്തുനിന്ന് ഇതുപോലെ വരാന്തയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ മുറ്റമാണ്, വലിയ മുറ്റം. ഞാൻ പറയാം, മുറ്റത്തേക്ക് ആ സ്റ്റേജിലേക്ക് നോക്കിക്കേ, വലിയ സ്റ്റേജ്. ആ സ്റ്റേജിൽ യേശുവിൻ്റെ പടമുണ്ട്, പരിശുദ്ധ അമ്മയുടെ പടമുണ്ട്, പള്ളിയുടെ പടമുണ്ട്. അവിടെ ഒരു ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനം ഞാൻ പറഞ്ഞു, അമ്മ ആ ഒരു ബൈബിൾ വചനം അവിടെ എഴുതി വെച്ചത് അതൊന്ന് കണ്ടോ? അച്ഛാ, ഫാദറെ ഞാനത് വന്നപ്പോൾ തന്നെ വായിച്ചായിരുന്നു. വായിച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടിയിട്ടോ, പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അത് വചനം എങ്ങനെയാണ്? വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. കർത്താവ് അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ വചനം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നയീൻ പട്ടണം. അപ്പോൾ നിങ്ങളുടെ ബൈബിളിൽ വ്യത്യാസമുണ്ട്, നയീൻ എന്നായിരിക്കും അല്ലേ? ഓക്കെ, നയീൻ പട്ടണം. ഈ പട്ടണം എന്തുമായിക്കോട്ടെ, തൃശ്ശൂർ പട്ടണം എന്ന് വിചാരിക്കുക. ആ പട്ടണത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഒരു വീട്ടിൽ ഒരു അപ്പൻ, അമ്മ, ഒരു മകൻ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് ആ വീട്ടിലെ ആ ചേട്ടൻ പെട്ടെന്ന് മരിച്ചുപോയി. ഭാര്യ വിധവയായി. ആ ഭാര്യയ്ക്ക് ഒത്തിരി സങ്കടമായി. സ്വാഭാവികമാണല്ലോ, ഇനി എന്ത് ചെയ്യും, ഞങ്ങളെ ആരെ ഇനി കരുതും, എല്ലാം ഒത്തിരി സങ്കടമായി. അങ്ങനെ മരണാനന്തര ശുശ്രൂഷ സംസ്കാര സമയമായി വിലാപയാത്ര വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഈ അമ്മ വിലാപയാത്ര, ഈ ഭാര്യയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒത്തിരി ആളുകൾ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ വിശദമായിട്ടൊന്നില്ല എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്, അങ്ങനെ വിലാപയാത്ര മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാര്യയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഇടയ്ക്ക് ഏതോ സമയത്ത് അവരുടെ ഏക മകൻ, ആ പയ്യൻ ഒരു ആൺകുട്ടിയാണ്, അവനിടയ്ക്ക് നടക്കുന്ന പ്രായമാണ് അവനിടയ്ക്ക് വന്ന് ഈ അമ്മയുടെ
കയ്യിൽ പിടിച്ച് അല്പനേരം നടന്നു. അപ്പം അമ്മയ്ക്കൊരു ആശ്വാസം കിട്ടി. എന്താണെന്നറിയാമോ? എൻ്റെ ഭർത്താവ് മരിച്ചു പോയെങ്കിലും എനിക്കൊരു ആൺകുട്ടി ഉണ്ടല്ലോ, അവൻ വലുതാകുമ്പോൾ എന്നെ കരുതുമല്ലോ. അപ്പോൾ ഒരു 10% ആശ്വാസം, ഒരു സമാധാനം കിട്ടി എന്ന് വിചാരിക്കാം, ഇല്ലേ? അതെ. അങ്ങനെ മരണാനന്തര ശുശ്രൂഷ കഴിഞ്ഞു വീട്ടിലേക്ക് പോകുന്നു. നാളുകളേറെ കഴിഞ്ഞു. ഈ പയ്യൻ വലുതായി, യുവാവായി. അപ്പോൾ ഈ അമ്മയും മകനും സന്തോഷമായിട്ട് ആ വീട്ടിലങ്ങ് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഈ മകനും മരിച്ചുപോയി. നോക്കണേ, എന്തൊരു ദുരിതമാണ്. ഈ അമ്മ വിധവയാണ്, മുൻപേ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പം ഇതാ ഏക മകനും മരിച്ചുപോയി. ഇനി അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ജീവിതം ശൂന്യമായി മാറി. ഇനി മുന്നോട്ടുള്ള ജീവിതമില്ല. ഒത്തിരി സങ്കടമായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ അമ്മ ആ മകൻ്റെ വിലാപയാത്ര മരണാനന്തര ശുശ്രൂഷ നടത്തുവാനായിട്ട് സെമിത്തേരിയിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ, ഇതെല്ലാം ബൈബിളിലുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ നെഞ്ചുപൊട്ടി ഉറക്കെ അങ്കപ്പൊയ്യാലെ നിലവിളിച്ചുകൊണ്ട് അങ്ങനെ ആ വിലാപയാത്ര മുന്നോട്ട് പോകുമ്പോൾ ബൈബിളിൽ പറയുന്നുണ്ട്, ആ കൂടെ പോകുന്ന എല്ലാവരും കരയുന്നുണ്ട്. കാരണം ആ ടൗണിൽ എല്ലാവർക്കും ഈ സ്ത്രീയെ, ഈ മകനെ, ഈ കുടുംബത്തെ അറിയാം. അവർ ദൈവമേ എന്തൊരു കഷ്ടമാണിത്. എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ്, അത് ശരിക്കും വിലാപയാത്ര തന്നെയാണ്. നോക്കണേ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് വേണ്ടേ യേശു തമ്പുരാൻ ഓപ്പോസിറ്റായിട്ട് എഴുന്നള്ളി വരികയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാരുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. അത് വിലാപയാത്രയല്ല, സന്തോഷത്തിൻ്റെ യാത്രയാണ്. ഒന്ന് വിലാപയാത്ര, ഓപ്പോസിറ്റ് വരുന്നത് സന്തോഷത്തിൻ്റെ യാത്ര. 2 യാത്രയും ഇടയ്ക്ക് കൂട്ടിമുട്ടി. ഹല്ലേലൂയ. ഈ സ്ത്രീ യേശുവിനെ കാണുന്നില്ല. ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ ആ നിലവിളി യേശു തമ്പുരാൻ കേട്ടു. ഹല്ലേലൂയ. യേശു തമ്പുരാൻ അവളെ കണ്ടു. ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ, ആ നിലവിളി കേട്ടപ്പോൾ ആ പാവപ്പെട്ട സ്ത്രീയെക്കുറിച്ചെല്ലാം തമ്പുരാന് മനസ്സിലായി. യേശു തമ്പുരാൻ, അവിടെ വചനം പറയുന്നത്, യേശുവിൻ്റെ മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. ഒരു നിലവിളി കേട്ടപ്പോൾ യേശുവിൻ്റെ ഹൃദയം മനസ്സലിയുകയാണ്. അവൻ കഠിന ഹൃദയനെ ആവുകയല്ല, യേശുവിൻ മനസ്സലിഞ്ഞു. എന്നിട്ട് യേശു തമ്പുരാൻ ഈശോ ഈ സ്ത്രീയുടെ അടുത്തേക്ക് വന്നിട്ട് തോളിൽ തട്ടിയിട്ട്, മോളെ കരയണ്ടാട്ടോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഈ വചനമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവ് അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവളോട് എന്ത് പറഞ്ഞു? കരയണ്ടാട്ടോ എന്ന് പറഞ്ഞു. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. സഹോദരിമാരെ, നിങ്ങൾ കുറച്ച് പേരൊക്കെ ഉറക്കം നോക്കുന്നുണ്ട്. ഒന്ന് ഉഷാറായിട്ടിരിക്കുക പ്ലീസ്. ഞാൻ അവിടെ നോക്കുമ്പോൾ കുറേ പേര് ക്ഷീണം കൊണ്ടായിരിക്കാം, രോഗമുള്ളവരായിരിക്കാം. പക്ഷേ കുറേ സമയം, അല്പസമയം ഒന്ന് കണ്ണ് തുറന്ന് ഏകാഗ്രമായിട്ടൊന്നിരിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് പോയാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയോ ഇല്ല. ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ പ്ലീസ്. സഹോദരന്മാർ കുഴപ്പമില്ല, സഹോദരിമാർ പലരും ഉറങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇനി മനുഷ്യർക്ക് നമുക്ക് ഒരു സങ്കടമുള്ള വീട്ടിൽ ചെന്നിട്ട് സാരമില്ലാട്ടോ, ഞാൻ പ്രാർത്ഥിക്കാട്ടോ, എല്ലാം ദൈവഹിതമാണെന്ന് പറയാൻ സാധിക്കും, ഇല്ലേ? ആശ്വസിപ്പിക്കുവാൻ അതിനപ്പുറത്തേക്ക് പറ്റുമോ? ഇല്ല. പക്ഷെ യേശു തമ്പുരാൻ അതിനപ്പുറത്ത് ചെയ്തു. കാരണം ആശ്വസിപ്പിച്ചിട്ട് യേശു ആ ശവമഞ്ചിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അത് തൊട്ടിട്ട്, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. നോക്കണേ പ്രിയപ്പെട്ടവരെ, ഈ ശവപ്പെട്ടിയിൽ മരിച്ചു കിടന്ന ചെറുപ്പക്കാരൻ ജീവനോടെ ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. എല്ലാവർക്കും വലിയ സന്തോഷമായി, അത്ഭുതപ്പെടുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ആ പയ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇനി വന്നിട്ട് യേശു പറഞ്ഞു, അമ്മേ എന്നാ കൊച്ചിനെ പിടിച്ചോ, ചെറുക്കനെ പിടിച്ചോ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായി. സ്വന്തം മകൻ്റെ വിലാപയാത്ര, സ്വന്തം മകൻ്റെ ശവശരീരവുമായി സെമിത്തേരിയിലേക്ക് പോയ അമ്മ, അവരെല്ലാവരും പെട്ടെന്ന് യൂടേൺ തിരിയുകയാണ്. സന്തോഷത്തോടെ ജീവനുള്ള മകനെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോയി. സന്താപത്തിന്റെ യാത്ര, വിലാപത്തിന്റെ യാത്ര, സന്തോഷത്തിന്റെ യാത്രയായി എല്ലാവരും തുള്ളിച്ചാടിക്കൊണ്ട് പോവുകയാണ്. കാരണം അവിടെ യേശു എഴുന്നള്ളി വന്നു. ഹല്ലേലൂയ. ഇനി യേശു എഴുന്നള്ളി വന്നു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീയുടെ കരച്ചിൽ കേട്ടാണ് യേശു അവളെ നോക്കിയത്, ഇല്ലേ? യേശു അതെല്ലാം മനസ്സിലാക്കിയപ്പോ യേശുവിന്റെ മനസ്സലിഞ്ഞു. യേശു ക്രിസ്തു അവളെ ആശ്വസിപ്പിച്ചു, അത്ഭുതം ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷ അവസാനം നമ്മളും കണ്ണുനീരോടെ എൻ്റെ യേശുവേ എന്ന് ഉറക്ക നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുനീര് കണ്ട് യേശുവിൻ്റെ മനസ്സലിയും. യേശു നിങ്ങൾ ഓരോരുത്തരെയും ഇന്നിവിടെ എഴുന്നള്ളി വന്ന് നിങ്ങളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കും. മോളെ കരയണ്ടാട്ടോ,
മോനെ നീ കരയണ്ടാട്ടോ എന്ന് പറയും. എന്ന് മാത്രമല്ല, അവൻ ഇന്ന് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഭാഗ്യവതികളായി ഭാഗ്യവാന്മാരായി പരിശുദ്ധ അമ്മയെപ്പോലെ മാറാൻ പോവുകയാണ്. ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുക മാത്രമല്ല ചെയ്തത്, ഈ അക്രൈസ്തവയായ അമ്മയോട് ഈ കാര്യം ഞാൻ പറഞ്ഞു മറന്നുപോയോ? ഇല്ല, പറഞ്ഞു കൊടുത്തു. അമ്മേ, ഇതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതായ ഈ ബൈബിൾ വാചനത്തിൻ്റെ സന്ദർഭം എന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, അമ്മ കാര്യം ചെയ്യേ, ഇന്നിവിടെ വന്നല്ലോ, അടുത്ത ബുധനാഴ്ചയും വരണം. നിങ്ങൾ കുറച്ച് ബുധനാഴ്ചകൾ ഇതുപോലെ വന്നിട്ട് ലാസ്റ്റ് അവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് സമയം എഴുന്നേറ്റ് ആ സമയത്ത് അമ്മ ആ സ്റ്റേജിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയണം, യേശുവേ, ആ വചനപ്രകാരം എൻ്റെ മോനും സൗഖ്യം തരണോട്ടോ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, സൗഖ്യം തരുമെന്ന് പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, 3 വർഷമായിട്ട് മാനസിക രോഗിയായിരിക്കുന്ന മകനാണ്. ഡോക്ടർമാരെ കാണിച്ചു, ഒന്നല്ല പല ഡോക്ടർമാരെ കാണിച്ചു, ഒരു മാറ്റവുമില്ല. അങ്ങനെ 3 വർഷമായിട്ട് ഒരു പ്രതീക്ഷയുമില്ലാതിരിക്കുന്ന ഒരു അമ്മയോടാണ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു കൊടുത്തത്, അമ്മേ സാരമില്ല. അമ്മ ഇവിടെ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച്, യേശുവിൽ വിശ്വസിച്ച് അമ്മ നിരന്തരം കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. യേശുവേ, 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ആ സ്ത്രീയുടെ വിധവയുടെ കണ്ണുനീര് കണ്ട് അവളെ ആശ്വസിപ്പിച്ച്, മനസ്സലിഞ്ഞ് ആശ്വസിപ്പിച്ച് ആ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, യേശുവേ, അങ്ങനെയെങ്കിൽ എൻ്റെ മോനും ഒന്ന് സൗഖ്യം തരണോട്ടോ എന്ന് അമ്മ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞു കൊടുക്കാനും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വചനം വായിച്ചതുപോലെ കന്യക മറിയാം ആ ദൈവത്തിൻ്റെ ദൂതൻ്റെ ഗബ്രിയേൽ മാലാഖയുടെ തിരുവചനം, യേശുവിൻ്റെ ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. എന്താണ് വിശ്വസിച്ചത്? എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷെ ദൈവദൂതൻ പറയുന്നു ഞാൻ ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുന്നു, യേശു എന്ന് പേര് വിളിക്കണമെന്ന് പറയുന്നു, അവൻ അത്യുന്നതനാകുമെന്ന് പറയുന്നു. അതെനിക്കൊന്നും കൂടുതൽ മനസ്സിലായില്ലേ പോലും ഞാനിതാ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചു പെൺകുട്ടി ആ മറിയാം വിശ്വസിച്ചതുപോലെ ഈ അമ്മയും വിശ്വസിക്കുവാൻ തയ്യാറായി. ഞാൻ അങ്ങനെ ചെയ്തോളാം അച്ഛാ എന്ന് പറഞ്ഞു. ഞാൻ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ച് ആ അമ്മയെ പറഞ്ഞയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഇവിടെ വ്യക്തമായിട്ടുള്ളപ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത വഴിയായി നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ നമ്മുടെ കർത്താവ് ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഞാനൊരു പ്രാർത്ഥനാ ഗാനം ചൊല്ലാൻ നിങ്ങൾക്കറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കന്യകമാതാവേ അമ്മയുടെ പൊന്നുണ്ണി മോനോട്, കന്യകമാതാവേ അമ്മയുടെ പൊന്നുണ്ണി മോനോട്, ഞങ്ങൾക്കു വേണ്ടി എന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കു വേണ്ടി എന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ കത്തോലിക്ക സഭയുടെ കുളത്തുവയൽ ധ്യാന കേന്ദ്രം, നിർമ്മല റിട്രീറ്റ് സെൻറ്റർ, അവിടെ 2-3 പ്രാവശ്യം ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് ഈ പാട്ട് ആദ്യമായിട്ട് കേട്ടത്. യൂട്യൂബിൽ ഈ പാട്ടുണ്ട്. പാട്ടുകാർക്ക് അറിയാമോ? യൂട്യൂബിൽ പാട്ടുണ്ട്. കന്യകമറിയാനുള്ള അപേക്ഷയാണ്. നമുക്കൊന്ന് പാടിയാലോ? ഞാനൊന്ന് പാടിത്തരട്ടെ? ഏറ്റുമില്ലാമോ? ഹല്ലേലൂയ. കന്യകമാതാവേ അമ്മയുടെ പൊന്നുണ്ണി മോനോട്, കന്യകമാതാവേ അമ്മയുടെ, ഞങ്ങൾക്കു വേണ്ടി എന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കു വേണ്ടി എന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. ചേർന്ന് പാടാമോ? കന്യകമാതാവേ അമ്മയുടെ പൊന്നുണ്ണി മോനോട്, ഞങ്ങൾക്കു വേണ്ടി എന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. കണ്ണുകളടയ്ക്കാം, 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഈ ഗാഗുൽത്ത ധ്യാനകേന്ദ്രത്തിൽ ഇന്ന് കടന്നു വന്നിരിക്കുമ്പോൾ ഇവിടെ തമ്പുരാനെ, പരിശുദ്ധ കന്യകമറിയാം 8ഉം പൊട്ടും തിരിയാത്ത ആ പ്രായത്തിൽ ഇപ്രകാരം ഗബ്രിയേൽ ദൂതൻ്റെ മാലാഖയുടെ ആ ശബ്ദം കേട്ട്, വചനം കേട്ട്, ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അവളെ ഭാഗ്യവതി എന്ന് എലിസബത്ത് വിളിച്ചതുപോലെ പൊന്നു തമ്പുരാനെ, ഉടയ തമ്പുരാനെ, യേശുനാഥ, ഇന്നിവിടെ സങ്കടത്തോടെ ഭാരത്തോടെ കടന്നു വന്നിരിക്കുന്നതായ ഓരോ മക്കളുടെയും ജീവിതത്തിൽ അവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി ജീവിക്കുവാൻ തക്കവണ്ണം ഇന്നവർ വന്നിരിക്കുന്നത് ഞാൻ നിർഭാഗ്യവാനാണ്,
ഭാഗ്യവതിയാണ് എന്നുള്ളതായ ചിന്തയോടുകൂടിയാണ്, ആത്മഹത്യ പ്രവണതയോടുകൂടിയാണ്, നിരാശയോടുകൂടിയാണ്. എന്നാൽ പൊന്നു തമ്പുരാനെ, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴിയായി ആ പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിക്കുവാൻ ഇവർ തീരുമാനമെടുക്കുമ്പോൾ കർത്താവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി ഇവരെ മടക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായി ഈ ധ്യാനയോഗത്തിലേക്ക്, ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ആഞ്ഞു വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ മാനസാന്തരം ഉണ്ടാകണമേ, ഇന്നിവിടെ അത്ഭുതങ്ങൾ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും സർവശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥത യാചിക്കുന്നു. സകലവും യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കുന്നു. പിതാവാം ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരളി ചെയ്യുമാറാകണമേ. ആമീൻ. വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കിയെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടതായ വചനം ലൂക്കോസ് 1:45 എലിസബത്ത് കന്യകമറിയാമിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനെല്ലാം മറുപടിയായിട്ട് മറിയാമിൻ്റെ സ്തോത്രഗീതമാണ്. തുടർന്നുള്ള ഭാഗങ്ങളിൽ കന്യകമറിയാം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വചനമാണ് ലൂക്കോസ് 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. കന്യകമറിയാം പറയുകയാണ്, ഇത് എലിസബത്ത് പറഞ്ഞു, മോളെ നീ ഭാഗ്യവതിയാണ്, കാരണം നീ ദൈവത്തിൻ്റെ വചനം നിന്നിൽ നിറവേറുമെന്ന് വിശ്വസിച്ചല്ലോ, അതുകൊണ്ട് ഭാഗ്യവതിയാണ്. അതിന് മറുപടിയായിട്ട് കന്യകമറിയാം പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യമാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കന്യകമറിയാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്, ദൈവം ആരാണ്? ദുർബലനല്ല, പിന്നെ ആരാണ്? എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ ശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അതുകൂടാതെ മറിയം പറയുകയാണ്, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമായ നാമമാണ്. ആ പരിശുദ്ധനായ ദൈവം, ശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു എന്ന് കന്യകമറിയം വിശ്വസിച്ച് പറഞ്ഞതുപോലെ, സ്നേഹമുള്ളവരെ, നമ്മളും വിശ്വസിക്കുക. നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്, ശക്തനായ ദൈവമാണ്. അവൻ പരാജയപ്പെടുത്തുന്ന ദൈവമല്ല, അവൻ വിജയം നൽകുന്ന ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരണം പ്രിയപ്പെട്ടവരെ. എങ്കിലേ നമ്മളിവിടെ ഓരോ ധ്യാനത്തിനും വരുന്നതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ധ്യാനം കൂടി നമ്മൾ തിരിച്ചു പോയിട്ട് പിന്നെയും നിരാശ കയറി വരരുത്. നിരാശ കയറി വന്നാൽ പിന്നെ നമ്മുടെ ഈ വിശ്വാസം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് എൻ്റെ ദൈവം ശക്തനാണ്, എൻ്റെ ദൈവം പരിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ, 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ കർത്താവ് 3 ആണികളിൽ മേൽ ക്രൂശിക്കപ്പെട്ട് അവൻ മരിച്ചു. അവനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ ആ കല്ലറയിൽ യേശുവിൻ്റെ ശവശരീരമിൽ യേശു ഇവിടെ കിടന്നോ? ഇല്ല. കൃത്യം 3-ാം നാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇനി അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് പറയുമ്പോൾ, ആ യേശു ജീവിക്കുന്ന ദൈവമായതുകൊണ്ട്, മരിച്ചടക്കപ്പെട്ടു പോയ ദൈവമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് ഇന്ന് ഇവിടെ നമ്മുടെ അടുത്ത് യേശു എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിച്ചേ. ഹല്ലേലൂയ. ഇനി ഇവിടെ മാത്രമാണോ? അല്ല. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂടെ ആര് വരും? യേശു വരും. നമ്മുടെ വീട്ടിൽ യേശു ഉണ്ടാകും. നമ്മൾ ബസ്സിലായിരിക്കുമ്പോഴും, നമ്മൾ പണിസ്ഥലത്തായിരിക്കുമ്പോഴും, ഓഫീസിലായിരിക്കുമ്പോഴും, കോളേജിലായിരിക്കുമ്പോഴും, സ്കൂളിലായിരിക്കുമ്പോഴും അവിടെയെല്ലാം യേശു എഴുന്നള്ളി വരും. കാരണം എന്താണ്? അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അപ്പോൾ അതുകൊണ്ട് ആ യേശുവിനോട് നമ്മൾ പറയുന്ന യേശുവിന് മനസ്സിലാകും. മനസ്സിലാകുക മാത്രമല്ല, നമ്മൾ കരയുമ്പോൾ നമ്മുടെ സങ്കടം യേശുവിന് മനസ്സിലാകും. അവൻ്റെ മനസ്സലിയും. അവൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ തൊഴിൽ തട്ടി ആശ്വസിപ്പിക്കും. ഇനി അത് മാത്രമാണോ? അവൻ അത്ഭുതങ്ങൾ ചെയ്യും. കാരണം അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഈ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ലൂക്കോസ് 1:37 പറയുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. വിശ്വസിക്കാൻ പറ്റുമോ?
അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന സമയം മുതലാണ് നമ്മുടെ ജീവിതത്തിൽ നിരാശ മാറിപ്പോകണത്, ഭയം മാറിപ്പോകണത്, ആകുലങ്ങൾ മാറിപ്പോകുന്നത്. എന്താ? സാരമില്ലതേ, ദൈവം എൻ്റെ കൂടെയുണ്ട്, ആ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല, പിന്നെ ഞാനെന്ത് നിരാശപ്പെടണം? നമ്മൾ ചിന്തിക്കണം, വിശ്വസിക്കണം. എന്നാൽ പിശാച് പറയുന്നൊരു കാര്യമാണ്, ഇത് ശരിയാവില്ല, ഈ കടം എങ്ങനെ മാറാനാ, ഈ മക്കളെങ്ങനെ ഗുണപ്പെടാനാ, ഭർത്താവ് ശരിയാവോ? ഇല്ല, ഈ മദ്യപാനം മാറൂല്ലെന്നേ, ഇത് ശരിയാകില്ല 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 എന്ന് നിരന്തരമായിട്ട് ഒരാള് നമ്മുടെ കാതിൽ മന്ത്രിക്കുന്നുണ്ട്. ആരാത്? ആ പിശാചാണ്. പക്ഷേ നമ്മൾ വിശ്വസിക്കണം, ആ പിശാചിനെ തോൽപ്പിച്ചവനായ യേശു ജീവിക്കും ദൈവമാണ്. അവൻ എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. അതിനു വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കന്യകമറിയാം വിശ്വസിച്ചു. കർത്താവ് പറഞ്ഞതായ അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. സ്നേഹമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞ സംഭവത്തിലേക്കൊന്ന് മടങ്ങി വരട്ടെ, നിങ്ങൾക്കൊന്ന് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അമ്മയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തു. അമ്മ അത് കേട്ടു, പ്രാർത്ഥിച്ചു വിട്ടു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അമ്മ അങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് ഈ അമ്മ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് എനിക്കറിയില്ല, കാരണം ഒത്തിരി ആളുകളുണ്ട്, അവരെയൊക്കെ എല്ലാവരും കാണാൻ പറ്റുന്നില്ലല്ലോ. ഒരു മെച്ചമില്ല അച്ഛാ, ഒരു ഗുണമില്ല. നമ്മൾ സാരമില്ല, ഞാൻ പറഞ്ഞതുപോലെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ സ്റ്റേജിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ഉണ്ടച്ചാ ഫാദർ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞു ശരിയായിക്കൊള്ളും, ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. അമ്മ പോയി. പിന്നെയും ആഴ്ചകൾ മുന്നോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു വീണ്ടും ഇതുപോലെ ഈ മുറ്റത്ത് വെച്ച് കണ്ടുവിട്ടപ്പോൾ അമ്മ പള്ളിയുടെ അകത്ത് വരികയത്. അമ്മ പറഞ്ഞു, അച്ഛാ അതെ, എൻ്റെ മോൻ വീട്ടിൽ നിന്ന് പോയിട്ട് ഒരാഴ്ചയായിട്ടോ, എങ്ങോട്ടാണ് പോയെന്നറിയില്ല, കാരണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല, എങ്ങോട്ട് പോയി എന്നറിയില്ല. ഇങ്ങനെ ഞാൻ പലപ്പോഴും പോയിട്ട് തിരിച്ചു വന്നിട്ടുമുണ്ട്. ഇപ്പം എന്തു പറ്റിയെന്നറിയില്ല, അന്വേഷിക്കാൻ മാർഗമില്ല. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. 31 വയസ്സ് 32 വയസ്സ് ആകാറായ ചെറുപ്പക്കാരൻ, അധ്യാപകനായിരുന്ന ചെറുപ്പക്കാരൻ, MCA ബിരുദധാരി ചെറുപ്പക്കാരൻ. അമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, അമ്മ കരയുകയാണ്. ഞാൻ പിന്നെയും പറയും സാരമില്ല, അമ്മ ഇവിടെ വന്ന് ധ്യാനം കൂടുന്നുണ്ടല്ലോ, സ്റ്റേജിലേക്ക് നോക്കി ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, മതി, ദൈവം ഇടപെട്ടുകൊള്ളുമെന്ന് പറഞ്ഞു. ഞാൻ ആശ്വസിപ്പിച്ച് വിട്ടു. 2 മാസം കൂടി കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ അമ്മ ധ്യാനം കൂടി തുടങ്ങിയിട്ട് 8 മാസമായി എന്നാണ് പിന്നീട് പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ പള്ളിയിലെ മുറിയിൽ ഇരിക്കുമ്പോൾ ഈ അമ്മ പെട്ടെന്ന് മുറിയിലേക്ക് കടന്നു വരികയാണ്. അവർക്ക് മനസ്സിലാക്കാൻ മനസ്സിലായില്ല, ഒത്തിരി പേര് വരുന്നതുകൊണ്ട് പലരെയും മറന്നു പോകുന്നു. ഞാൻ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അമ്മ എവിടെ നിന്ന് വരുന്നു? അയ്യോ അച്ഛാ, എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ അച്ഛനെ മറന്നുപോയോ? ഞാൻ മറന്നുപോയോ? അല്ല, അമ്മ എവിടെ നിന്നാണ് വരുന്നത്? അപ്പം ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. വാസ്തവം പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഒരു പേടി അന്നേരം കടന്നു വരികയാണ്. കാരണം 2 മാസം മുൻപ് ഈ അമ്മയെ അവസാനമായി കണ്ടപ്പോൾ അമ്മ പറഞ്ഞ കാര്യം എന്താണ്? മോൻ പോയിട്ട് ഒരാഴ്ചയായി, എങ്ങോട്ട് പോയി എന്നറിയില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല, എന്തു പറ്റി എന്നറിയുന്നില്ല. ഈ കാര്യം പറഞ്ഞിട്ടാണ് ഈ അമ്മ 2 മാസം മുൻപ് പോയത്. അപ്പോൾ ഈ പയ്യനെതിൽ അപകടം പറ്റിയോ? ദൈവമേ, എന്തു പറയാനായിരിക്കും ഈ അമ്മ ഇന്ന് വന്നത് എന്നാണ് ഞാൻ മാനുഷികമായിട്ട് ഞാനും ചിന്തിച്ചത്. എന്നാൽ സ്നേഹമുള്ളവർ, നിങ്ങൾ കേൾക്കണോ? നിങ്ങൾ കേൾക്കണ്ടോ? ഈ അമ്മ പെട്ടെന്ന് സന്തോഷത്തോടെ പറയുകയാണ്, അച്ഛാ, അച്ഛൻ്റെ യേശു എൻ്റെ മോന് സൗഖ്യം തന്നു. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വാസ്തവം പറഞ്ഞ് കണ്ണും വീഴ്ച അന്തം വിട്ടിരിക്കുകയാണ്. ദൈവം എന്താ അമ്മ പറഞ്ഞത്? എൻ്റെ അമ്മച്ചി പറഞ്ഞത്, അച്ഛാ, അച്ഛൻ്റെ യേശു എൻ്റെ മോന് സൗഖ്യം തന്നു. അപ്പം ഞാൻ എന്ത് സംഭവിച്ചു എന്നെങ്കിൽ ചെവി കൂർപ്പിച്ചിരിക്കും. അവൻ പറയും, അച്ഛാ അതെ, ഞാനേ 2 മാസം ഇവിടെ അവസാനം അച്ഛനെ കണ്ടല്ലോ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ചെറുക്കനെ കണ്ടിട്ട് പോയിട്ട് ഒരാഴ്ചയായി എന്ന്. പക്ഷേ ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ അവൻ മടങ്ങി വന്നു. അവന് നല്ല മാറ്റമുണ്ടാകാൻ തുടങ്ങി. അവന് ശരിക്കും പയ്യെ മാറ്റം വന്നു. അച്ഛാ, 1 മാസത്തിന് മുൻപ് അവൻ തന്നെ ഓൺലൈനിൽ കണ്ട് അപേക്ഷ കൊടുത്ത്, ഇപ്പോൾ സ്ഥലം പറയാതെ ഞാൻ പറയട്ടെ, നോർത്ത് ഇന്ത്യയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സ്കൂളിൽ അവൻ അധ്യാപകനായി വീണ്ടും ജോലി കിട്ടി. അവൻ അങ്ങനെ മിടുമിടുക്കനായി മാറി. 1 മാസം കഴിഞ്ഞു വെച്ചാ അവനിപ്പോൾ ഒരു കുഴപ്പവുമില്ല, പൂർണ്ണമായിട്ട് സൗഖ്യമായി. അവന് 25,000 ശമ്പളം കിട്ടി. അവന് അവിടെ ഫുഡ്, അക്കോമഡേഷൻ എല്ലാം സൗജന്യമാണ്. സന്തോഷമായി കഴിയുന്നു അച്ഛ എന്ന് പറഞ്ഞിട്ട് അമ്മ വേഗം മൊബൈൽ ഫോൺ എടുത്തിട്ട് വേഗം എന്നെ കാണാം. അച്ഛാ, ഇത് കണ്ടോ, ഇതാണ് എൻ്റെ മകൻ. ഞാൻ നോക്കുമ്പോൾ ഒരു 30-32 വയസ്സുള്ള വെളുത്ത് സുന്ദരനായ പാൻറ്റും ഷർട്ടും എല്ലാം ഇൻസർട്ട് ചെയ്ത് മിടുമിടുക്കനായ ചെറുപ്പക്കാരനെ കണ്ടു. ഈ അമ്മ പറഞ്ഞു, അച്ഛാ,
ഇതാണ് എൻ്റെ മകനെ അച്ഛൻ്റെ യേശു പൂർണ്ണമായും സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നല്ല മിടുമിടുക്കനായ ചെറുപ്പക്കാരൻ. സ്നേഹമുള്ളവരെ, പെട്ടെന്ന് വീണ്ടും ഈ അമ്മ ആ മൊബൈൽ ഫോൺ വീണ്ടും ഇങ്ങനെ മാറ്റി, അച്ഛൻ ഇത് കണ്ട് നോക്കിക്കേ, ഈ ആളെ അച്ഛൻ അറിയുമോ? വീണ്ടും വേറൊരു ഫോട്ടോ എടുത്ത് കാണിക്കും, ഈ ആളെ അച്ഛൻ അറിയുമോ? ഞാൻ നോക്കി, ഞാൻ അറിയില്ല. കാരണം താടിയും മുടിയും നീട്ടിയ ഒരു ചെറുപ്പക്കാരനാണ്, അറിയില്ല. അപ്പം ഈ അമ്മ പറയുകയാണ് കേട്ടോ, എന്താ അറിയാമോ അച്ഛാ, 8 മാസം മുൻപ് ഞാനിവിടെ ആദ്യമായി കടന്നു വന്നപ്പോൾ എൻ്റെ മകൻ്റെ രൂപം ഇങ്ങനെയായിരുന്നു. താടിയും മുടിയും നീട്ടിയ ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു എൻ്റെ മകൻ. എന്നാൽ 8 മാസം കഴിഞ്ഞപ്പോൾ നോക്കിക്കേ, എൻ്റെ മകൻ മിടുമിടുക്കനായി മാറി. അച്ഛൻ്റെ യേശു എൻ്റെ മകന് പൂർണ്ണമായും സൗഖ്യം കൊടുത്തു. ഒന്ന് കരങ്ങളടിച്ച് യേശുവിന് നന്ദി പറയാം. ഇനി ചോദിക്കട്ടെ, ചോദ്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംഭവിച്ചു? ക്രിസ്ത്യാനിയല്ല, നോർത്തെ പ്രിയപ്പെട്ടവരെ, അക്രൈസ്തവയായ ഒരു അമ്മ 3 വർഷക്കാലം ഈ മകൻ്റെ ചികിത്സയെല്ലാം നടത്തി, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒട്ടും ഭേദമാകാത്ത അവസ്ഥയിൽ, മറ്റൊരു രോഗം പോലെയല്ല മാനസിക രോഗം, ഡിപ്രഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ആ അമ്മ ഏറ്റവും നിരാശ കൊണ്ടിരുന്നപ്പോഴാണ് ആ പള്ളിയിൽ ധ്യാനയോഗത്തിന് ആദ്യമായി കടന്നു വന്നപ്പോൾ അച്ഛൻ എന്നെ പറഞ്ഞു കൊടുത്തത്, വേറൊന്നും പറഞ്ഞു കൊടുത്തില്ല. എന്താ പറഞ്ഞു കൊടുത്തത്? ആ സ്റ്റേജിലുള്ളതായ ആ ദൈവവചനത്തിൻ്റെ ലൂക്കോസ് 7:13, കർത്താവ് അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞതായ വചനത്തിൻ്റെ സന്ദർഭം സാരാംശം പറഞ്ഞു കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? എല്ലാ ബുധനാഴ്ചയും ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ട് അവസാനം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്റ്റേജിലേക്ക് നോക്കിയിട്ട്, യേശുവേ, ആ വചനം പ്രകാരം ഞാൻ വിശ്വസിക്കുക കർത്താവേ, ആ വചനത്തിലും അങ്ങയിലും അതുപോലെ, അങ്ങനെയെങ്കിൽ എൻ്റെ മോനും സൗഖ്യം തരണോട്ടോ എന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതുപോലെ പൂർണ്ണമായിട്ടും ഒന്നും അറിയില്ലാത്തതായ ആ അമ്മച്ചി ആ വചനം പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ തയ്യാറായി. മനസ്സിലായോ? വിശ്വസിക്കുവാൻ തയ്യാറായി. ഓരോ ബുധനാഴ്ചയും കടന്നു വന്ന സ്റ്റേജിലേക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നോക്കി പ്രിയപ്പെട്ടവരെ, ആ മകൻ എന്തെങ്കിലും ധ്യാനയോഗത്തിന് വന്നായിരുന്നോ? ഇല്ല, അവൻ വന്നില്ല. പക്ഷേ ഈ അമ്മ അവിടെ കടന്നു വന്ന് കണ്ണുനീരോടെ വചനം ഏറ്റെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് 5-8 ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5-8 മാസം ഓരോ ബുധനാഴ്ചയും കടന്നു വന്ന് കണ്ണുനീരോടെ വചനം വിശ്വസിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നപ്പോൾ ഒരിക്കൽ പോലും ആ ധ്യാനത്തിന് വരാതിരുന്ന, വീട്ടിൽ ഡിപ്രഷനായിട്ടിരുന്ന മകന് യേശു സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. ദൈവം അത്യുന്നതനായ ദൈവമാണ്, അവൻ പരിശുദ്ധനായ ദൈവമാണ്, അവൻ ശക്തനായ ദൈവമാണ്, അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ചോദിക്കട്ടെ, നിങ്ങൾക്കും ഇതുപോലെ ഈ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുവാൻ, ഏറ്റെടുക്കുവാൻ, ആ വചനം വിശ്വസിച്ചിട്ട് കർത്താവ് എൻ്റെ രക്ഷകനാണ്, എൻ്റെ പ്രശ്നത്തിന് പരിഹാരകനാണ്, ഏത് പ്രശ്നവുമായിക്കോട്ടെ അത് പരിഹരിക്കുവാൻ എൻ്റെ യേശുവിന് സാധിക്കുമെന്നങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ? പറഞ്ഞേ, പറ്റുമോ? കൈ നോക്കിക്കേ. ഓക്കെ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് വലിയ പവറുണ്ട്, പ്രത്യേകതയുണ്ട്. മറ്റതിനേക്കാളും വലിയ ശക്തിയുള്ളതാണ് യേശുവിൻ്റെ വചനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ ഈ ദൈവത്തിൻ്റെ വചനം, ഒരു വചനം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം, ബൈബിളുണ്ട് ആരും കയ്യിൽ? 20-ാം അധ്യായം 31-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ, നിങ്ങളുടെ കയ്യിൽ ബൈബിളൊന്നുമില്ലല്ലോ, എന്താണങ്ങനെ? അങ്ങനെയൊക്കെയാണോ? എല്ലാ ആഴ്ചയും വരുന്നവരാണോ? ഓക്കെ, പോരാട്ടോ, ബൈബിൾ കൊണ്ടുവരണം. ബൈബിൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കണം. ഞാൻ ഒരു വചനം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഈ ബൈബിൾ എന്തിനാണ് എഴുതിയിരിക്കുന്നത്? എന്തിനാണ് ഈ ധ്യാന കേന്ദ്രം? എന്തിനാണ് ഈ ധ്യാനയോഗം? അതിന് മറുപടിയാണ്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ്, ബൈബിൾ വായിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുക. എന്താണ്? യേശു ദൈവപുത്രനായ ക്രിസ്തു ആണ് എന്ന് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും സാധിക്കുന്നത്. രണ്ടാമത്
നമുക്ക് നിത്യജീവൻ ലഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഇവിടെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഇവിടെയാണ് സ്വർഗവും നരകവും. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ട് 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 നമ്മൾ പോകുമ്പോഴാണ് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ദെയർ ഈസ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. സ്വർഗമുണ്ട്, നരകമുണ്ട്. എൻ്റെ ആത്മാവ് നരകത്തിൽ പോകാൻ പാടില്ല, എൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം. ആ ഒരു ചിന്തയുണ്ടാകണമെങ്കിൽ, ആ ചിന്തയുണ്ടായിട്ട് പ്രത്യാശയോടെ വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ടേ മതിയാകൂ. മറ്റൊരു മരുന്നും ഒരു പോംവഴിയും അതിനില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങൾ ഈ ധ്യാനയോഗത്തിൽ വരുന്നുണ്ടല്ലോ, വരുമ്പോൾ എൻ്റെ റിക്വസ്റ്റ് പറയുകയാണ്, എല്ലാവരും വിശുദ്ധ ബൈബിൾ കൊണ്ടുവരണം. ബൈബിൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് ധ്യാനം കൂടാൻ വരണം. വീട്ടിലെന്നും ബൈബിള് ഒരു അധ്യായമെങ്കിലും ഒരു ചാപ്റ്ററെങ്കിലും ഡെയിലി വായിക്കണം. യൂട്യൂബിൽ നമ്മുടെ ബെന്നിയച്ഛൻ ഉൾപ്പെടെ സുപ്രസിദ്ധനായ അനേകം സുവിശേഷകരുടെ സുവിശേഷ പ്രസംഗങ്ങൾ ഇന്ന് ഇഷ്ടം പോലെ ലഭ്യമാണ്. അത് കേൾക്കണം. നമ്മുടെ വീട്ടിൽ ആ മൊബൈൽ ഫോൺ യൂട്യൂബ് ഓൺ ചെയ്ത് വെച്ച് ദൈവത്തിൻ്റെ വചനം നമ്മുടെ വീടുകളിൽ അത് കേൾക്കുമ്പോൾ, പ്രഘോഷിക്കപ്പെടുമ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് ഒരാൾ ഓടിപ്പോകും. ആരാണെന്നറിയാമോ? പിശാച് ഓടിപ്പോകും. അവിടെ യേശു തമ്പുരാൻ കടന്നു വരും. നമ്മുടെ വീടുകളിൽ മൊബൈൽ ഫോണിൽ ഈ പ്രസംഗങ്ങളെല്ലാം കേൾക്കാറുണ്ടോ? ഇല്ല. കുറച്ച് പേര് കേൾക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു? ടി വി കാണുന്നു, സീരിയൽ കാണുന്നു, മൊബൈൽ ഫോണിൽ അരുതാത്ത കാലം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പോയാൽ ഗുണപ്പെടില്ല പ്രിയപ്പെട്ടവരെ, ഗുണപ്പെടില്ല. അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ളവരെ, അച്ഛൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള ഒരു വലിയ ദാഹം നമുക്കുണ്ടാകണം, വലിയ ദാഹം നമുക്കുണ്ടാകണം, വലിയ ദാഹമുണ്ടാക്കണം. വചനം വായിക്കുവാനുള്ള ദാഹമുണ്ടാകണം. ഇങ്ങനെ നടക്കുമ്പോഴാണ് കന്യക മറിയാമിനെ പോലെ വചനം വിശ്വസിച്ച്, യേശുവിൽ വിശ്വസിച്ച് ആ വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഭയം മാറും, ആത്മഹത്യ പ്രവണത മാറും, ടെൻഷൻ മാറും, ഡിപ്രഷൻ മാറും, മാനസിക രോഗങ്ങൾ മാറും, കടഭാരങ്ങൾ മാറും, അസമാധാനം മാറും, അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറന്നു കിട്ടും. അപ്പോൾ 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 ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. നിങ്ങൾ ഇഷ്ടത്തിന് വിട്ടു തരികയാണ്. ഇനി വീണ്ടും അവിടെ കന്യാമറിയം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ലൂക്കോസ് 1:49 വായിച്ചു. ഇനി ഒന്നുകൂടി വായിക്കാം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അടുത്ത വാക്യം പറയുകയാണ്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അപ്പം നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവഭയമുള്ളവരായി, ദൈവഭക്തിയുള്ളവരായി ആരെല്ലാം ജീവിക്കുന്നുവോ അവരുടെ തലമുറകൾ, മക്കളുടെ മക്കള്, ഭാവി തലമുറ, ഇപ്പോൾ തലമുറ എല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് മാതാപിതാക്കന്മാർ ഒത്തിരി പേര് വരാറുണ്ട് പ്രാർത്ഥനാ വിഷയം പങ്കുവയ്ക്കാൻ. എന്ത് പറയുന്നു? അച്ഛാ, എൻ്റെ മോൻ നശിച്ചു പോയി, എൻ്റെ മോള് നശിച്ചു പോയി. അത് മുതിർന്ന പിള്ളേരൊന്നും ആവണമെന്നില്ല. 8ലും 9ലും 10ലും പഠിക്കുന്ന ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും എന്താണ്? കഞ്ചാവടിച്ച് ബോധമില്ല നടക്കുകയാണ്. എൻ്റെ പെങ്കൊച്ച് കഞ്ചാവടിച്ച് ആൺപിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുന്നു, ബോധമില്ല. അവൾ ചെയ്തു കൂട്ടെന്താണെന്ന് അറിയില്ല അച്ഛാ, എൻ്റെ മോൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പല മാതാപിതാക്കന്മാരും പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവർ പറയുമ്പോൾ ആ പിള്ളേരെ മാത്രം കുറ്റപ്പെടുത്തി പറയും. ഞാൻ അവിടെ പറയുന്നൊരു കാര്യം, സാരമില്ല, പരിഹാരമുണ്ടാകും. ഒരു കാര്യം ചെയ്യ് ചേട്ടാ, ചേച്ചി, സഹോദര, സഹോദരി, നാളെ ബുധനാഴ്ച അല്ലെ അടുത്ത ദിവസം ബുധനാഴ്ച ധ്യാനയോഗമുണ്ട്, നിങ്ങളൊന്ന് വാ, അത് സംബന്ധിക്ക്, പരിഹാരമുണ്ടാകുമെന്ന് പറയും. അപ്പോൾ ഇവർ പറയും, എന്താ പറയുക, അച്ഛനെന്തേ പറയുക? എന്താ പറയണേ? ഞാൻ വന്നത് എൻ്റെ കാര്യം പറയാനല്ല, കൊച്ചിൻ്റെ കാര്യം പറയാനാ. കൊച്ചിങ്ങനെയാണ്, അച്ഛൻ വീട്ടിലേക്കൊന്ന് വരാമോ, കൊച്ചിനും ഉദ്ദേശിക്കാമോ? ഞാൻ പറയും, ഞാൻ വീട്ടിലേക്ക് വരില്ല. വീട്ടിലേക്ക് വരികയല്ല ചെയ്യേണ്ടത്. ചേട്ടാ, ചേച്ചി, പപ്പയെ, മമ്മി, നിങ്ങൾ ധ്യാനയോഗത്തിന് വാ. അതെന്തിനാ അച്ഛാ? നിങ്ങൾ വാ. ആദ്യം പറയുമ്പോൾ ഒന്നും മനസ്സിലാകില്ല. എന്നാൽ ഇവരൊക്കെ ധ്യാനയോഗത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, എൻ്റെ കൊച്ച് നശിച്ചു പോകാൻ കാരണം, എൻ്റെ മോൻ നശിച്ചു പോകാൻ കാരണം, എൻ്റെ മോള് ഇന്നത്തെ അവസ്ഥയിലാകാൻ കാരണം എന്താണ്? എൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമാണ്. കാരണം ഞാനിങ്ങനെ പൈസയുണ്ട്, അടിച്ചു പൊളിച്ച്, കള്ളു കുടിച്ച്, തോന്നിവാസം നടന്ന്, അനി മമ്മിമാരൊക്കെയുണ്ട്, പരദൂഷണം പറഞ്ഞ്, പ്രാർത്ഥനയില്ലാതെ, ടി വി കണ്ട്, മൊബൈൽ കണ്ട്, ഇങ്ങനെയൊക്കെ ജീവിക്കുകയാ. ദൈവത്തെ അറിയുന്നില്ല, ദൈവവചനം കേൾക്കുന്നില്ല, വായിക്കുന്നില്ല. അല്ല, ഇതെല്ലാം കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കുന്നില്ല.
അതുകൊണ്ടാണ് എൻ്റെ മക്കൾ നശിക്കാൻ കാരണമെന്ന് പല മാതാപിതാക്കന്മാർക്കും ബോധ്യമുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഇന്നിവിടെ പിള്ളേരാരും വന്നിട്ടില്ലല്ലോ, മാതാപിതാക്കന്മാരുടെ അച്ഛനോട് പറയുവാനുള്ളത്, നിങ്ങൾ നന്നായാൽ, നിങ്ങളുടെ ജീവിതം നന്നായത് കാണുമ്പോൾ ദൈവം നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുമെന്നുള്ള സത്യമായ കാര്യമാണ്. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. പുറപ്പാട് പുസ്തകം 20:5 ഇങ്ങനെ പറയുന്നുണ്ട്, പൂർവികരൊക്കെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളുടെ ശാപമായി ഇതാ 3 തലമുറ വരെയും ശാപങ്ങൾ ഉണ്ടാകും, നശിച്ചു പോകുമെന്ന്. എന്നാൽ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച കാരണവന്മാരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ 1000 തലമുറ വരെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പുറപ്പാട് പുസ്തകം 20 4-5 വചനങ്ങൾ പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? എന്താ തീരുമാനം? പരിശുദ്ധ അമ്മ പറഞ്ഞു, എട്ടും പൊട്ടും തിരിയാത്ത അമ്മ പറഞ്ഞു, ഇതാ ഞാൻ വിശ്വസിക്കുകയാണ്, അവിടുത്തെ ഹിതം പോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന് വിനയത്തോടെ പറഞ്ഞപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതുപോലെ, കന്യകമറിയാം ഭാഗ്യവതിയായി മാറിയതുപോലെ 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും കന്യകമറിയാവിനെ ഭാഗ്യവതി എന്ന് ഈ ലോകം മുഴുവൻ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിന് കാരണം എന്ന് പറയുന്നത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് കന്യകമറിയാം വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞു, അവൾ വിനയപ്പെട്ടു, ദൈവത്തിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞുവല്ലോ. ആ പാവപ്പെട്ട അമ്മ, ക്രിസ്ത്യാനിയല്ല, അക്രൈസ്തവയായ അമ്മ, ആ ദൈവത്തിൻ്റെ വചനം, സ്റ്റേജിൽ എഴുതി വെച്ചിരിക്കുന്നതായ വചനം അത് വായിച്ചു, അത് മനസ്സിലാക്കി കൊടുത്തു, അതവൾ വിശ്വസിച്ചു. ഒന്നും അറിയില്ലെങ്കിൽ പോലും ഇതാ 2000 വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ പറഞ്ഞപ്പോൾ മനസ്സിലായി, നയീൻ പട്ടണത്തിൽ ആ പാവപ്പെട്ട വിധവയായ ആ സ്ത്രീയുടെ, ആ അമ്മയുടെ കണ്ണുനീര് കണ്ട്, നിലവിളി കേട്ട് യേശു മനസ്സലിഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചിട്ട് അത്ഭുതം ചെയ്ത് മരിച്ചു കിടന്ന മകനെ, ചെറുപ്പക്കാരനെ ഉയർത്തെഴുന്നേൽപ്പ് ജീവനോടെ അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ, ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിലും എൻ്റെ മകൻ്റെ ജീവിതത്തിലും അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്. അപ്പോൾ ഓരോ ബുധനാഴ്ചയും കടന്നു വന്നപ്പോൾ ആ വിശ്വാസം കൂടുതൽ, കാരണം ഓരോ സാക്ഷ്യങ്ങൾ ഇങ്ങനെ വായിച്ചു കേൾക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ആ വിശ്വാസം കൂടി ഇങ്ങനെ ഓരോ ബുധനാഴ്ചയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയപ്പോൾ 5-8 മാസം അപ്പം സമയമെടുത്തുവെങ്കിൽ പോലും ഒന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ, പല ഡോക്ടർമാരും ചികിത്സിച്ചതായ മകൻ, ഡിപ്രഷനുള്ളതായ മകന് പരിപൂർണമായി യേശു സൗഖ്യം കൊടുത്ത് അവന് വീണ്ടും ഒരു അധ്യാപകനായി ജോലി കൊടുത്തു എങ്കിൽ സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും ആ യേശു തമ്പുരാൻ അത്ഭുതം ചെയ്യും. പരിശുദ്ധ കന്യമറിയാമിനെ പോലെ ദൈവത്തിൻ്റെ വചനത്തിലും യേശുവിലും വിശ്വസിക്കുവാൻ തയ്യാറാകണമേ. ആ പാവപ്പെട്ട ക്രൈസ്തവയായ അമ്മ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവാൻ തയ്യാറാകണമേ. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒത്തിരി ദൂരത്തു നിന്നും ചാരത്തുനിന്നും ഒക്കെ ഇത്രത്തോളം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ നിങ്ങളെ ഇവിടെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുന്നത്. വിശ്വസിക്കാം, യേശു നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്ക്, യേശു എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, യേശു സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൻ ശക്തനാണ്, അവൻ അസാധ്യമായ ഒന്നുമില്ല. അതിൻ്റെ കാരണം അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ യേശുവിത നമ്മുടെ തൊട്ടടുത്തേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. തൊട്ടടുത്തേക്ക് എഴുന്നള്ളി വന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, മോനെ മോളെ, നിൻ്റെ പ്രശ്നം എന്താണ്, നിനക്കൊന്ന് പറയാമോ? നിൻ്റെ പ്രശ്നം എന്താ, നിനക്കൊന്ന് പറയാമോ? അപ്പം നമ്മൾ പറയണം, തമ്പുരാനെ എനിക്ക് ഇന്നതുപോലെ പ്രശ്നമുണ്ട്, ഇന്നതുപോലെ പ്രശ്നമാണ് കർത്താവേ, എനിക്ക് ഈ ധ്യാനയോഗം കഴിഞ്ഞ് ഇവിടെ നിന്ന് എങ്ങനെ വീട്ടിലേക്ക് പോകണമെന്നറിയില്ല, വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല, അത്രമാത്രം പ്രതിസന്ധികൾ എൻ്റെ കുടുംബത്തിലുണ്ട്. പൊന്നു തമ്പുരാനെ, ഒന്ന് പരിഹരിക്കാമോ, ഒന്ന് ഇടപെടാമോ? പരിശുദ്ധ അമ്മയെപ്പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ വചനം കേട്ടു ഈ സമയം വരെയും ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന്, അങ്ങാണ് നിത്യജീവനെ തരുന്നത്, അങ്ങാണ് എൻ്റെ പാപത്തിന് പരിഹാരം തരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവരെ, അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ഈ സമയത്ത് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവം എന്നെയും കൂടെ വന്നിരിക്കുന്ന ഇവിടെ നിയോഗിച്ചു. ഇന്ന് ക്ഷണിച്ചതായ ബഹുമാനപ്പെട്ട ബെന്നിയച്ചനെയും
ഇതിൻ്റെ എല്ലാ ചുമതലക്കാരെയും പാട്ടുപാടിയവരെയും അതുപോലെ ശ്രദ്ധയോടെ ഇരുന്ന എല്ലാവരോടും ഒറ്റ വാക്കിൽ യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു.